ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വീട്ടിലെത്തിയിട്ടോ. വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കപ്പ പുഴുങ്ങാൻ പോവുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും അല്ലേ? ഈ കപ്പ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടിൻപുറത്താണേ. അപ്പോൾ അവിടെയൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കൂടുതലും കർഷകരായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവർക്ക് സ്വന്തമായിട്ട് കൃഷിസ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള കപ്പയൊക്കെ അവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കും എൻ്റെ വീട്ടിലും കുറച്ച് പറമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറമ്പിൽ ഓടിട്ട് മൺകട്ട കൊണ്ട് കെട്ടിയുണ്ടാക്കിയൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരു വീട്. ഇപ്പം അതൊന്നുമില്ല, അതെല്ലാം പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് വീടല്ല, ഈ ഞങ്ങൾക്ക് പറമ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഈ പറമ്പിൽ ഞങ്ങൾക്ക് കപ്പ, ചേന, ചേമ്പ് ഇതൊക്കെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ സീസൺ ആകുമ്പോൾ കപ്പയൊക്കെ പറിക്കണ സീസണായി കഴിയുമ്പോൾ കപ്പയെല്ലാം കൂടി ഒരുമിച്ച് പറിക്കും. എന്നിട്ട് ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്നിരുന്ന് കപ്പയുടെ പുറത്തെ തൊലി ഉണ്ടല്ലോ, പുറത്തൊലി, അത് ചിരണ്ടി കളയും. അപ്പോൾ ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓരോ കുഞ്ഞ് കത്തിയൊക്കെ തരും ഇത് ചിരണ്ടി കളയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കപ്പ വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് വലിയ അടുപ്പ് കൂട്ടിയിട്ട് അതിൽ വെള്ളം തിളപ്പിച്ച് കപ്പ വാട്ടി നമ്മൾ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കോരി ഇടുന്നത് ഒരു വലിയൊരു കൊട്ടയ്ക്കകത്തേക്കാണ്. അതിന് വല്ലെന്നാണ് പറയുന്നത്. ഈറ്റ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ കൊട്ടയാണ്. അപ്പോൾ അത് ഭയങ്കര വലിപ്പമുള്ളൊരു കൊട്ടയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഈ കപ്പയെല്ലാം കൂടെ വാട്ടിയെടുത്ത കപ്പയെല്ലാം കൂടെ വാരിയിടും. എന്നിട്ട് ഇതിൻ്റെ വെള്ളം തോർന്ന് കഴിയുമ്പോൾ വീടിൻ്റെ പുറകുവശത്ത് നിറയെ പാറയുണ്ട്. അപ്പോൾ പാറയെ കൊണ്ടുപോയിട്ട് ഉണങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. അന്നൊക്കെ കപ്പ ഉണക്കാൻ പാറയിൽ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര ഹാപ്പിയാണ് പാറയിൽ പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ മഴക്കാറെങ്ങാനുമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ കപ്പ വാരാൻ വേണ്ടിയിട്ട് പോകണം. ഇല്ലെങ്കിൽ മഴയൊന്നും ഇല്ലെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കപ്പ എടുക്കാനായിട്ട് പോകുള്ളൂ. മഴക്കാറൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടും പാറയിലേക്ക് ചാക്കുമായിട്ട് കപ്പ വാരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഭയങ്കര മെമ്മറി ആട്ടോ. കപ്പയെക്കുറിച്ചുള്ള കുട്ടിക്കാലത്തെ എൻ്റെ ഓർമ്മകളാണ് കേട്ടോ ഇതൊക്കെ. എല്ലാവർക്കും ബോറടിച്ച് കാണുമല്ലേ? എന്താണേലും കപ്പക്കഥ പറഞ്ഞ് കപ്പ പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി വേഗം പോയി കപ്പപ്പുഴുക്ക് ഉണ്ടാക്കട്ടെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.